രാജസ്ഥാൻ സിന്ധു ബോർഡറിൽ ഇപ്പോൾ ഇന്ത്യ ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തുകയാണ്. അതായത് 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നീളുന്ന ദിവസങ്ങളിൽ എന്തിനാണ് പെട്ടെന്നൊരു വ്യോമാഭ്യാസം? ശരിക്കും രാജസ്ഥാൻ്റെ ബോർഡറിൽ ഇന്ത്യയും ഇടയ്ക്ക് പാകിസ്ഥാനും ഒക്കെ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം നടത്താറുണ്ട്. പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് നോട്ടാം പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു. അതായത് പാകിസ്ഥാൻ നല്ലതുപോലെ ഭയക്കുന്നുണ്ട്. മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും ഒക്കെ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇപ്പം തന്നെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുകയാണ്. അതിനൊപ്പം തന്നെ അറബിക്കടലിൽ ഇപ്പോൾ നിരീക്ഷണം നടത്തുന്നു. കാരണം ഇന്ത്യ എന്തിന് ഇപ്പോൾ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു? സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിൽ യുദ്ധം നിൽക്കുകയാണ്. അവിടെ ഇറാനെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ആക്രമിക്കുന്നു. ഇതിനിടയിലെങ്ങാനും ഇന്ത്യ കയറി ഞങ്ങളെ അടിക്കുമോ? പാകിസ്ഥാൻ പേടിയുണ്ടോ? പാകിസ്ഥാൻ്റെ ഉറക്കം കെടുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യ ഓരോ ദിവസവും കണ്ടിട്ടില്ല. ഇന്നലെ തന്നെ S-400 4 കൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ സംവിധാനത്തിനകത്ത് ഓരോ ദിവസവും നമ്മുടെ പ്രതിരോധ സംവിധാനം വളരെ വലിയ വലിപ്പത്തിൽ കനപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇപ്പോൾ S-400 അതിപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിനി 2 ഇപ്പം നിലവിൽ തരാനുണ്ട്. നേരത്തെ ഓർഡർ ചെയ്ത 2 തരാനുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 കൂടെ വേണം. ഈ 4 എവിടത്തേക്കാണ്? അതിർത്തിയിലേക്ക് മാത്രമാണ്. അതിൻ്റെ കൂടെ അതിന് വേറൊരു പേരൂടെ പറയുന്നത് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി. കാരണം ഇതിന് വലിയ ചിലവുണ്ടല്ലോ. അപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, നമ്മളൊരു ബോഡി ഗാർഡ് പോലെ വേറെ ഒരു പ്രതിരോധ സംവിധാനം കൂടി അതിൻ്റെ കൂടെ തരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി, കാരണം ഇതിന് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് ഏറ്റവും അവസാനം ഉപയോഗിക്കുക. അതിനു മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ പ്രതിരോധ സംവിധാനം കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ രീതിയിലെ കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് നമ്മൾ കണ്ടു നേരത്തെ ചിക്കൻ നെക്കിൽ ഇതുപോലെ ബംഗ്ലാദേശ് എന്ന് കയറി വരവേപ്പോൾ അവിടെ ഭയങ്കര സൈനിക അഭ്യാസം, ഉൾപ്പെടെയുള്ള നമ്മുടെ ഡോഗ്സിനെ ഉൾപ്പെടെ വെച്ചിട്ട് വലിയ ലോകം ചർച്ച ചെയ്ത സൈനിക അഭ്യാസം. അതുപോലെ എല്ലാ അതിർത്തി മേഖലയിൽ മൊത്തവും അല്ലെ സെൻട്രലായാലും കിഴക്കായാലും വടക്കായാലും എല്ലായിടത്തും സൈനിക അഭ്യാസം നടത്തി വളരെ കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ട് നമ്മുടെ സൈന്യത്തെ, നേവി ആയാലും കൊള്ളാം, എയർഫോഴ്സ് ആയാലും കൊള്ളാം, സാധാരണ മറ്റ് 3 ആണല്ലോ കലാൽ സംവിധാനം, എല്ലാത്തിനെയും അതിൻ്റെ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഞാൻ പറഞ്ഞു വന്നത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട സാധനത്തിൻ്റെ കണക്കെടുത്തോണം, അതിൻ്റെ ഇൻവോയ്സ് കൊടുത്തോണം, അത് ശേഖരിച്ചോണം. ഒന്നും ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ, അതായത് ഫുൾ അവെയർ ആയിട്ട് നമ്മൾ ചലിച്ചിങ്ങനെ തയ്യാറായി നിൽക്കുക, എപ്പോൾ പൊട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ നമ്മൾ പറയത്തില്ല കോഴിയെ ഓട്ടിച്ചവൻ്റെ തലയിൽ പൂട കാണും എന്ന് പറയുമ്പം കോഴിയെ ഓട്ടിച്ചാൽ പൂട ഇല്ലെങ്കിലും തലയിൽ ഇങ്ങനെ തടവുമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. ഇപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിൽ അവർ പറയുന്ന സൈനികാഭ്യാസം നടന്നു. നമ്മൾ പറയുന്നത് എന്തിനാണ് നോട്ടാൻ പ്രഖ്യാപിക്കുന്നത്? എന്തിനാ? വ്യോമ അല്ലെങ്കിൽ സാധാരണ വിമാനങ്ങൾ ഇത്ര ദിവസത്തേക്ക് പറക്കാൻ പാടില്ല. അത് എന്തിനാ? ഒന്നെങ്കിൽ മിസൈൽ പരീക്ഷണമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലുള്ള വ്യോമാഭ്യാസമായിരിക്കും. അത് നമ്മൾ ആ സമയത്ത് മാത്രമേ അത്യാവശ്യം അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ചില രാജ്യങ്ങളെയൊക്കെ സറൗണ്ടിങ്സുള്ള രാജ്യങ്ങളെ അറിയിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പരീക്ഷിക്കും. നേരത്തെ നമ്മൾ 2 മാസം മുമ്പ് ഇതുപോലെ നോട്ടാൻ പ്രഖ്യാപിച്ചു, നമ്മുടെ ഏറ്റവും വലിയൊരു മിസൈൽ പരീക്ഷിച്ചു. അപ്പോൾ ഇതിനകത്ത് നോട്ടാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. എനിക്ക് നോട്ടാൻ 5-ാം തീയതി തൊട്ടല്ല, ഇപ്പം 5-ാം തീയതിക്ക് മുമ്പേ തന്നെ നോട്ടാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര ദിവസത്തേക്കെന്നുള്ള സിനു പറഞ്ഞ് ശരിയായിരിക്കും. അപ്പം ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് ഇന്ത്യക്കയുടെ 250 കിലോമീറ്റർ അപ്പുറം ജോധ്പൂർ സ്ഥലത്ത് അല്ലേ, മരുഭൂമിയിൽ നമ്മൾ മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ നമ്മളതിനകത്ത് വിന്യസിച്ചിട്ടില്ലെന്നും പറഞ്ഞിട്ടില്ല. ഏത് മിസൈല്? അഗ്നി 2 ബാലിസ്റ്റിക് മിസൈൽ. ഈ മിസൈലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് ആണവ പോർമുഖം ഉൾപ്പെടെയുള്ള മിസൈലാണ്. ഈ മിസൈൽ വളരെ അപകടകാരിയാണ്. ഈ മിസൈലിന് 250 കിലോമീറ്റർ റേഞ്ചുണ്ട്. ഈ മിസൈലിന് 1000 കിലോഗ്രാമോളം ഭാരം വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ മിസൈൽ പലയിടത്തും നമ്മുടെ ഇതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ മിസൈൽ അതെന്താണെന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. DRDOയുടെ നമ്മുടെ ഡയറക്റ്റ് സാധനം. അപ്പം ഇതേ രീതിയിലുള്ള ഒരുക്കം വന്നപ്പോഴാണ് പാക് പ്രസിഡന്റ് സർദാരി പറഞ്ഞത് അടിക്കാൻ തന്നെ പ്ലാൻ, അല്ലെങ്കിൽ ഈ അവസരത്തിൽ എന്തിന്. അത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ അവിടെ തീർത്തടി നടക്കുക സിനുജി. തീർത്തടി നടക്കുകയെന്ന് പറഞ്ഞാൽ അഫ്ഗാനെ കയറി ചൊറിഞ്ഞ് അഫ്ഗാൻ കയറി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനെ കയറി ചൊറിഞ്ഞ് അഫ്ഗാൻ തിരിച്ചടിച്ച്, അപ്പോൾ അഫ്ഗാനുമായിട്ട് ഇസ്രയേൽ സംസാരിച്ചെന്ന് പോലുള്ള വാർത്ത വന്നിട്ട് അതിനകത്ത് അത്ര വാസ്തവമില്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 പെട്ട പറഞ്ഞു. ഇസ്രയേൽ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത കേട്ടുകൊണ്ട് ട്രംപ് പറഞ്ഞെന്നാണ് തോന്നുന്നു. ഇറാനെ അടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഖമേനിയെ കൊല്ലുന്നതിന് വേണ്ടി വിമാനങ്ങൾ അല്ലെങ്കിൽ
സൈനിക ബേസ് ഉപയോഗിച്ചത് പാകിസ്ഥാൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയെങ്ങാണോ വാങ്ങി ഇറാനും കൂടെ ഇവൻ്റെ ശത്രുവാണ്. ഇപ്പോൾ ഇറാനുമായിട്ട് പോർവിളി തുടങ്ങി, ഇറാന് താക്കീത് നൽകി പാകിസ്ഥാൻ, അങ്ങനത്തെ ഒരു വാർത്ത വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇറാൻ, അപ്പം ഇതിനകത്ത് ഇസ്രായേലിൻ്റെ ഇടപെടൽ പോലും, ഇസ്രായേൽ പോലും പാകിസ്ഥാനെ തീർക്കുന്നതിന് വേണ്ടി, ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇറാൻ കഴിഞ്ഞാൽ ഞങ്ങളെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനോട് സംസാരിച്ചു എന്നുള്ള വാർത്ത പാകിസ്ഥാൻ അറിയുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ വാർത്ത പ്രചരിക്കുമ്പോൾ അതിന് എത്രത്തോളം വാസ്തവം ഉണ്ടെന്നറിയാം, എന്തോ ഉണ്ട്. അപ്പം ഇതിൻ്റെ പുറകിലെല്ലാം ഇന്ത്യയാണ്. ഇന്ത്യ ഈ സമയത്ത് നോട്ടാൺ പ്രഖ്യാപിക്കുന്നു, പറയുന്ന രാജസ്ഥാൻ മരുഭൂമിയിൽ ഇത്രയും വലിയൊരു സൈനിക അഭ്യാസം നടത്തുന്നു. അതുപോലെ അതിന് അതിർത്തിയിൽ നിന്ന് 250 കിലോമീറ്റർ പുറകോട്ട് മാറി നമ്മുടെ ഈ അഗ്നി 2 പോലുള്ള മിസൈലുകൾ വിന്യസിക്കുന്നു. ഏതായാലും അതിർത്തി വളഞ്ഞിരിക്കുന്നു ഇന്ത്യ. അത് ഇതുവരെ ഇല്ലാത്തോണം ഇപ്പം രണ്ടാമത്തെ നമുക്കറിയാമല്ലോ ഡൽഹി സ്ഫോടനമല്ലേ എന്നാൽ നടന്ന് അതിനുശേഷം നമ്മൾ പാകിസ്ഥാനെ ആരോപിക്കുമ്പോൾ നമ്മളതിന് തെളിവ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കും. തിരിച്ചടി ഉണ്ടാവാൻ ബോധ്യപ്പെട്ടാൽ, ഒരുപക്ഷെ നമ്മൾ വെളിയിൽ വിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനം എന്തുവാനും ചെയ്തവരാന്ന് അവർക്കറിയാമല്ലോ. തെളിവുകൾ മാത്രം മതിയല്ലോ, അടിച്ചിട്ട് നമ്മൾ തെളിവുകൾ കൊടുത്താൽ പോരെ. അപ്പോൾ ഏതൊരവസരവും അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മൾക്കെതിരെ പ്രയോഗിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ വരുന്നത്, കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരന്മാരെ ഉൾപ്പെടെ പിടിച്ചത് ഇവന്മാരെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാൻ ഭീകരവാദികളും ആണല്ലോ. പാകിസ്ഥാൻ ഭീകരവാദികൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബലവുമില്ലാത്ത, ഒരു മാർഗവുമില്ലാത്ത, അടി മേടിച്ചാൽ കൊള്ളുക മാത്രം മാർഗമുള്ള, മാത്രവുമല്ല ഇതിനകത്ത് സംശയിക്കുന്നതിനും ഭയക്കുന്നതിനും ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ അവസരത്തിൽ അടി മേടിച്ചാൽ ആരും സഹായിക്കാനില്ലപ്പാ, എല്ലാവരും എൻഗേജ്ഡാ. അമേരിക്കക്ക് എന്ത് ചെയ്യാൻ നോക്കും? അമേരിക്ക ഇപ്പോൾ പറയാ പാകിസ്ഥാനെ അടിച്ചു, എനിക്ക് കൊണ്ട് ഇസ്രായേൽ പറയും മര്യാദയ്ക്ക് അവിടെ അങ്ങനെ ഇരുന്നോണം, അവനെ അടി മേടിക്കുന്നത് മേടിക്കട്ടെ. അമേരിക്കയുടെ സ്വഭാവം അറിയാവില്ല, തരം പോലെ ആ സ്വഭാവം. അവൻ്റെ കാര്യത്തിന് വേണ്ടി അവൻ എന്തേ അഭ്യാസം കാണിക്കും, അത് കഴിഞ്ഞിട്ട് സഹായിക്കുന്നവർ. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒന്ന് ഒരുക്കുന്നു, എന്തോ ഒരുങ്ങുന്നു, ആരോ ഒരുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാൻ വിചാരിക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ദേശീയ മാധ്യമം, സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചില വാർത്തകളൊക്കെ പറഞ്ഞു എന്തോ ഇതിനാടെ എവിടെ നിന്നാണ് ഇയാൾക്ക് ഇത് കിട്ടിയത്, ഇയാൾ കഥ ഉണ്ടാക്കുമല്ലേ, ഉണ്ടാക്കുക പറയും. അപ്പോൾ ഇതേ രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യ തയ്യാറെടുക്കുന്നു, അത് ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ വ്യോമ അഭ്യാസമൊക്കെ നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ഡിസ്പ്ലേകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ പട്ടാളക്കാർക്കും മറ്റവർക്കും ഒക്കെ ഇത് അന്നേരം യുദ്ധം ചെയ്യാൻ മാത്രം പോരാല്ലോ, നേരത്തെ പരിശീലനം കൊടുക്കുന്നതിനായിരിക്കും. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളെ അടിക്കും, തയ്യാറെടുത്തോണ്ടിരിക്കുക, അത് ഇപ്പോഴത്തെ സമയം പ്രയോജനപ്പെടുത്താനാ, ഞങ്ങളെ തീർക്കാനാ, കരയും കേട്ടോ. അതെ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ വ്യോമാഭ്യാസ പ്രകടനം നമ്മൾ 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടത്തുന്നു. അത് നമ്മളുടെ സ്വാഭാവികമായി ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത്. ഈ പ്രത്യേകിച്ച് ഈ രാജസ്ഥാൻ മരുഭൂമിക്ക് സമീപത്ത് അല്ലെങ്കിൽ രാജസ്ഥാൻ ബോർഡിൽ നടത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പാകിസ്ഥാൻ എപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമുക്ക് നേരെ ആക്രമണം നടത്തിയത് രാജസ്ഥാൻ, പഞ്ചാബിന് സമീപത്തുള്ള ഗ്രാമങ്ങളിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കുന്നത്. ഇപ്പോൾ ഈ S-400 2 വേണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ അതിർത്തിയിലേക്കാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. ഈ രാജസ്ഥാൻ അതിർത്തിയിൽ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു. സത്യത്തിൽ നമ്മൾ അമേരിക്കയുടെ കൂടെയോ ഇസ്രായേലിൻ്റെ കൂടെയോ ഇറാൻ്റെ കൂടെയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ അവരുടെ കരസേനയെ കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക് വിന്യസിക്കുന്നു. വ്യോമസേനയുടെ വിമാനങ്ങൾ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നു. നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ആകാശ് പോലെയുള്ള നമ്മുടെ തദ്ദേശീയമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ ആക്രമണത്തെ ചെറുത്തു. പാകിസ്ഥാൻ എന്ന ആക്രമണത്തിനായിട്ട് ഉപയോഗിച്ച് ശരിക്കും പറയുന്നത് ഡ്രോണുകളാണ്. ഈ തുടർച്ചയായിട്ട് ഡ്രോണുകൾ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തിനോ അല്ലെ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിനോ പിഴവുകൾ സംഭവിക്കാം. അതാണ് അവരുടെ ലക്ഷ്യം. അന്ന് തുർക്കിയാണ് ഈ ഡ്രോണുകൾ കൊടുത്തത്. ഈ ഡ്രോണിൽ ചിലതൊക്കെ നമ്മുടെ പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തിയിൽ വീഴുകയും ചെയ്തു. അതുകൊണ്ടാണ് ചൈനയുടെ ഒരു വിമാനത്തിൻ്റെയോ മിസൈലിൻ്റെയോ അവശിഷ്ടമൊക്കെ നമുക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഒരുക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ കയറി അടിച്ചാൽ അവർക്ക് പ്രതിരോധിക്കാൻ വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് ഞങ്ങളും ആക്രമിക്കാൻ തയ്യാറായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇവിടെ അഫ്ഗാനിസ്ഥാൻ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് കയറി ആക്രമണം നടത്തുന്നു. അങ്ങനെ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ വ്യോമാക്രമണം നടത്തുക. കാരണം അഫ്ഗാൻ വലിയ വ്യോമശക്തിയല്ല, പക്ഷേ അവർക്ക് കരയാക്രമണം നടത്താൻ പറ്റും. ആ കരയാക്രമണത്തെ തടയാനായിട്ട് പാകിസ്ഥാൻ ആർമിയുടെ ഒരു ഭാഗം ഈ പറയുന്ന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മളിപ്പോൾ ഇവിടെ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത്.
നടത്തുന്നത്. അപ്പോൾ നോട്ടാൻ പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലെ കൂടെ വിമാനങ്ങളൊന്നും പറക്കരുത്, ഞങ്ങളുടെ വിമാനം അഭ്യാസ പ്രകടനം നടത്തും, അവിടുന്ന് മിസൈൽ വിടും, നിങ്ങളുടെ വിമാനം ഇങ്ങോട്ട് കയറി വരരുത്. ഈ സമയത്ത് തന്നെ ആ കരസേനയെ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. അതായത് ഇന്ത്യ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്തിയാൽ പ്രതിരോധിക്കാൻ നമ്മൾ ഇപ്പോഴേ തയ്യാറെടുക്കണം. പാകിസ്ഥാൻ പ്രസിഡന്റായിട്ടുള്ള ആസിഫ് അലി സർദാരിയുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങളെ ആക്രമിക്കാൻ എന്തോ ഒരുക്കം നടക്കുന്നു, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ചെറിയ കുട്ടികളൊക്കെ പറയുന്ന പോലെ നിങ്ങളവിടെ വ്യോമാഭ്യാസം പ്രകടനം നടത്തണമെങ്കിൽ അത് ഉറപ്പാണ് ഞങ്ങളെ അടിക്കാൻ, ഇത് ഞങ്ങളെ അടിക്കാൻ വേണ്ടി മാത്രം. ഈ രീതിയിൽ അവർ ചിന്തിക്കുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ല. നമ്മളെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കാൻ വന്നാൽ മാത്രമേ തിരിച്ചടിക്കും. നമ്മൾ അതുവരെ യുദ്ധം പാടില്ല, സമാധാനം വേണം, ഒരാളും തമ്മിൽ ഏറ്റുമുട്ടരുത്. പക്ഷേ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് നമ്മളൊരു കാര്യം കണ്ടു. പഹൽഗാം ആക്രമണം എന്ന രീതിയിൽ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ കയറി പാകിസ്ഥാനിലെ എയർബേസുകളെല്ലാം കയറി ആക്രമിച്ചു. നമ്മളെ ചൊറിഞ്ഞാൽ നമ്മളെ തിരിച്ചടി എന്ന് പറയുന്നത് അവർ സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പേടിക്കുന്നത് അല്ലേ? ഇതിനകത്ത് വേറെ കാര്യമുണ്ട് സിനോജി. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വിചാരിക്കാതിരിക്കുന്നില്ല, ഇന്ത്യ ഭയങ്കര ബുദ്ധിയാണ്. ഇന്ത്യ ഇപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ത്യ നടക്കുകയും ചെയ്യും, നടത്തുകയും ചെയ്യും. ഈ ലക്ഷ്യങ്ങളുണ്ട്. ഈ സിനോജി പറഞ്ഞ പോലെ ഈ ചിക്കൻ നെക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ വീക്കായിട്ട് അവന്മാർ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ കയറി ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ അവിടെ ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പൊ ഈ സൈനികരെ ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് സൈനികരെ ഇങ്ങോട്ട് നീക്കുന്ന അവസ്ഥ അഫ്ഗാനിസ്ഥാൻ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടുത്തെ സൈന്യബലം കുറച്ചു കൊടുക്കുക. നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല, ഇവൻ ഇങ്ങോട്ട് നീങ്ങുമല്ലോ. അപ്പൊ ആലോചിച്ചു അവിടുത്തെ സൈന്യബലം കുറയത്തില്ല. അപ്പൊ അങ്ങനത്തെയുള്ള ചില ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം സമ്മർദ്ദത്തിലാക്കുക. ഇവിടെയും കൂടെ സമ്മർദ്ദം, ടെൻഷൻ ഉണ്ട് എല്ലായിടത്തും. വട്ടൻ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. അത് തന്നെ. അപ്പം അടിയാവുന്ന കിട്ടും. അതിന് കൃത്യമായ സമയത്ത് അത് അവർക്ക് അറിയാമല്ലോ, അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്നതാ, കണക്ക് സാറ് വരും അടിക്കും എന്ന് പറഞ്ഞ് അവർക്ക് അടി കിട്ടും എന്നുള്ള കാര്യം അറിയാം. അത് അടി കിട്ടുന്ന അടി നല്ല വൃത്തിയാണെന്നറിയാം, കിട്ടി ബോധ്യമുള്ളത് കൊണ്ടറിയാം. അപ്പൊ ഇനിയും കിട്ടിയാൽ ബാക്കി ഉണ്ടാവത്തില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇതുവരെ ആ മാപ്പിലെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ അതാണ് അവർ പേടിക്കുന്നതിന്റെ ഒരു പ്രധാന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.